നല്ലോണം വായി കൂടി ബസറിങ്ങിയത് 15 മുട്ട വലിയതിന് പിന്നെ അങ്ങനെ വായി കൂടാണ്ടിരിക്കുന്നു. ഒരാൾ വായി കൂടിയെന്ന് ഒരാൾ വായി നൽകി ഈ പാലുവെള്ളം എന്താ കൊണ്ട് ചെയ്യുന്നത്? ഭ്രാന്ത ഇയാളാണ് നിന്റെ അന്വേഷിച്ച് വന്നത്. നിന്റെ ചങ്ങാതി അയാളുടെ കതിര് വെറുക്കാൻ വന്ന എത്രയാ പറയാ. നിന്റെ ചങ്ങാതിയെ വിളിച്ചു നോക്ക്. ആളാരാണ്? നീ പഠിക്കേണ്ട മുരുക, പഠിക്കേണ്ട മുരുക. നിന്നെ ആളുടെ മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. ചെട്ടിയരെ നിങ്ങൾ ആരെ കാണാൻ വേണ്ടി വന്നു? ഉറപ്പല്ലേ? ഇതാണ് തത്വമകൻ 6-ാം പാഠം മുരുകൻ. നിന്നെ കണ്ട സന്തോഷമല്ലേ? ചെട്ടിയെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി. രാജാമെന്ന് അവിടെയാണ് എന്റെ സ്വന്തരാജ്യ. എന്റെ സ്വന്തരാജ്യ കുടിശ്ശേരി സംഘാരം. ശങ്കാരം അവതാരം. എന്റെ അവതാരം പരമശിവന്റെ അവതാരം. അവതാരോ ഭഗവാന് ശിവായി വന്ന അപ്പൊ കത്തില്ല. എങ്ങനെ മണ്ണിനെ വെച്ച നമ്മ കത്തോ? ആ ഭ്രാന്ത മണ്ണെണ്ണ ചോദിച്ചാൽ 10,000 പേര് ഇറക്കും കത്തും. പിന്നെ സുഖാക്കി ഉണ്ടാകുമോ? അയാൾ പറഞ്ഞത് ഒരു കാര്യം ചെയ്യണ്. പരമശിവ പുരുഷൻ അവതാരം പാക്കനാരി. അവര് കുലത്തിൽ ജനിച്ചാൽ ഒരു വർഗം വളരെ സത്യസന്ധമായി ജീവിക്കുന്ന കൂട്ടാണ് അന്നും ഇന്നും എന്നും. ശിവൻ തിരിയുന്നുണ്ട. ശിവ പണിയിലാണ്ട് തിരിയെന്ന് പറഞ്ഞ അവര് മുട്ടുകാരി ശിവനാണ് ഈ കഴുത്തി പാമ്പ് കാണും. ഇയാളുടെ കഴുത്തി കാണാൻ എന്ത് പാമ്പ്? അത് പടവുണ്ടാവില്ലേ? ഞങ്ങളുടെ അപ്പനെ വരും കാണും. മൊക്കം തുടങ്ങിയിട്ടാ ഓരോ മനുഷ്യന്മാരും ഓരോ ഭാഷകളും ശീലങ്ങളാണ് എന്ത് കളിയാക്കാനുള്ളത്. ഞങ്ങൾ വരുന്നതാ വെള്ളക്കരമല. ഞങ്ങളുടെ അപ്പന്റെ പേര് അപ്പം പേര് സന്തുള്ള പേരെത്തി. എന്താ പേര്? അപ്പം പേര് മുള്ളൻ. എനിക്ക് എപ്പോഴല്ലേ ആഴം മനസ്സിലായത്? നമ്മുടെ പഴയ മുണ്ടെന്നുണ്ടല്ലോ. ഞങ്ങളുടെ പേരെന്താണ്? വെള്ളക്കരമല അല്ലേ? ഞങ്ങളുടെ അപ്പന്റെ പേരോ? മുണ്ടനാത്തി. അത്തരം മുണ്ടനെ പറയാൻ ഞാനും പറഞ്ഞത് ഉറക്കം തോന്നിയേ പേരെന്നാ ചായ കുടിക്കാനാ? അത് എന്ത് ചെയ്യാൻ ചായ കുടിക്കാൻ വേണ്ടി പോണേ? എന്താണ്ടാ എന്റെ പേര് എനിക്കറിയില്ല. അറിയില്ല. എന്റെ പേര് മാണിക്കൻ. മാണിക്കൻ എന്റെ അപ്പന്റെ പേരെന്നാ? എന്താണെന്നില്ല അപ്പന്റെ പേര്? എന്റെ പേര് കേൾക്കുന്ന ഒരു മര്യാദയാണ്. എന്റെ അപ്പന്റെ പേര് കേൾക്കുന്ന ഞാനുണ്ടാ? ആരാണെന്നാ? എനിക്ക് നേരത്തെ കോലി പോണ മര്യാദ അപ്പനൊന്നിന്റെ അലയൊന്നിന്റെ അമ്മയുടെ പറഞ്ഞോ? അല്ല മറ്റേ കർത്തനത്തെ മണി നടന്ന പോണ്ട വരുന്നത്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പന്റെ പേരെന്ന് എനിക്കറിയില്ല. എന്റെ അപ്പന്റെ പേര് വന്ന് വേലായുധൻ. വേലായുധന്റെ മകൻ മാണിക്കൻ എല്ലാരും പറയണത്. അങ്ങനെയാണ് പേര് പഴിക്കാനൊക്കെ പറയുന്നത്. ഞങ്ങളുടെ വരുന്നോണ വെള്ളക്കരമല. ഞങ്ങളുടെ അപ്പന്റെ പേരോ? അപ്പം പേര് മുണ്ടനാത്തി. അതിലും മുണ്ടനമാരെ ഞാനും പറഞ്ഞത്. മനസ്സുമുട്ടുകൊണ്ട് ഞാൻ പോയി വന്നത് കഴിച്ചാലും ഞങ്ങൾ ഈ നേരത്തെ കളിക്കണ്ട. ഞങ്ങൾ കളിക്കാൻ 5 മണിയായിട്ട് ഞങ്ങൾ ശരിയാവില്ല. ഈ ചെട്ടിയാരെ നിങ്ങൾ പറഞ്ഞത് അവൻ പറഞ്ഞൊക്കെ സംഗതി ശരിയല്ല. നീ എന്താ ഒരാളുടെ കളിയാക്കാണ്? പഴയ കാലത്തുള്ള പേരുകളൊക്കെ അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് കൂടിയപ്പോഴല്ലേ പേരുകൾ വ്യത്യസ്തമായിട്ട് വന്നത്. പഴയ കാലത്ത് മുണ്ടൻ, കത്തൻ, മായൻ, ചടയൻ, ചെറുമൻ, കുഞ്ചൻ, കുഞ്ചാണി, മായാണ്ടി, കരിമാണ്ടി. എന്തായാലും പഴയ കാലത്താണെങ്കിലും ഈ കാലത്താണെങ്കിലും നമ്മുടെ ഫുൾ അഡ്രസ് നമ്മുടെ അച്ഛനമ്മയാണ്. നമ്മുടെ അച്ഛനമ്മന്റെ പേര് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പെട്ടെന്ന് അറിയുള്ളൂ. ഇയാളെ നാളെ പഞ്ചായത്തിലോ വില്ലേജിലോ ബ്ലോക്കിലോ എവിടെയെങ്കിലും പോയാൽ ഇയാളെ കണ്ട ഉടനെ എന്താ കുട്ടി നീ മുണ്ടന്റെ മകനല്ലേ എന്ന്. എന്നാലും ഇത്രയും ജനങ്ങളുടെ അടി വെച്ച് ആളുടെ മുഖത്തേക്ക് മുട്ടന്മാരെ എന്താ ചെട്ടിയാലും മകനെ ഇത് വള്ളയായി ചോദിക്കും. പേരെന്താണ്? നിന്റെ ചന്ത
സ്കൂളിലെ കട്ടിയതിന്റെ ഓർക്കപ്പനെന്ന് ഉപയോഗം കൊണ്ടുവാ. ഓ